ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരുന്നുണ്ടേ. ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ഗോവയിൽ വന്ന് നമ്മൾ ടൂർ വന്നതിൽ കൂട്ടത്തിൽ ഒരു പള്ളി കാണിച്ചു തന്നു അവർ. അപ്പോൾ 400 വർഷം പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ഫോണെല്ലാം സൈലൻ്റ് ആക്കി വെക്കണോ ഒന്നും ചെയ്തുകൂടാ. അപ്പോൾ ഇതിങ്ങനെ പുറത്തുനിന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ, പലതും കാണാനുണ്ട്. ഒരാളെ എത്രയോ വർഷം മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ അടക്കിയ അത് ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുമെന്നെല്ലാം പറഞ്ഞേ. നമ്മൾ കണ്ടിട്ടില്ല, അത് നമ്മൾ കുറേ നോക്കിയിനി. അതിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ എന്തോ കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ഈ മലയാളമൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒന്നിങ്ങനെ എല്ലാം 2-3 നിലയായിട്ട് ആണുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ 2 മരങ്ങൾ കണ്ട. ഈ മരത്തിൻ്റെ കീഴിലാണ് എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും വിശ്രമിക്കലും എല്ലാം. ഭയങ്കര നല്ല തണലുള്ള നല്ല മരങ്ങളാണിത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. മരങ്ങളും ചെടികളും. ഇപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പള്ളി തന്നെ. ഇതിൻ്റെ എല്ലാം എന്താ പറയുക, കല്ലിൻ്റെ എല്ലോ അടച്ചതെല്ലാം ഇങ്ങനെ എല്ലാം എളി വന്ന് അങ്ങനെയായിനി. ഇതിൻ്റെ ഈ ഒരു ഭാഗമാണിത് കേട്ടോ. ഭയങ്കര ഇതൊരു മ്യൂസിയമാണേ. നമ്മൾ പള്ളി കണ്ട്, അപ്പോൾ അതിൻ്റെ തൊട്ടിൽ തന്നെ ഒരു മ്യൂസിയം കേട്ടാ ഗോവയിൽ. അപ്പോൾ കാണാനൊരുപാടുണ്ട് കേട്ടാ. നമ്മൾ ആദ്യം വിചാരിച്ച അങ്ങനെയൊന്നും കാണാനില്ല എന്നാണ്. അപ്പോൾ ബീച്ചിൽ എല്ലാം മാത്രമേ ഒരു ദിവസം പോയിട്ടുള്ളൂ. പിന്നെയാണ് മൊത്തം കണ്ടത്. അപ്പോൾ വലിയ മോശമില്ല. ഈ പള്ളി നല്ല കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ അടക്കം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയാൽ അത് കണ്ടിട്ടില്ലേനും കേട്ടാ. പിന്നെ രണ്ടാമത് നമ്മൾ പോയി നോക്കുമ്പോൾ അന്ന് കണ്ടത് നല്ല ശരിക്കും ഇങ്ങനെ കടന്നിട്ട് ആയിട്ട് തന്നെ കണ്ട്. കുറച്ച് ദൂരെ നിന്ന് കാണാൻ കഴിയപ്പോൾ അടുത്തുനിന്നല്ല, എന്നാലും മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ആരാന്നത് എന്നൊന്നും എനിക്കത് ശരിക്കറിയില്ല. എന്തോ പണ്ടത്തെ വലിയ ആളല്ലേ. മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ തൊട്ടിട്ട് തന്നെ ഉണ്ടോ, ഇവിടെയാണല്ലോ പള്ളിയുള്ളത്. കുറച്ച് പൂന്തോട്ടങ്ങളും നല്ല പച്ചയുണ്ട്, മാങ്ങയുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം നല്ലതാ. ചെറിയ നാട്ടുമാങ്ങാന്ന് പറയാം. നമ്മൾ നാട്ടുമാങ്ങാന്ന് പറയുന്ന മാങ്ങ ഇവിടെ എത്രയാണെന്നറിഞ്ഞാ നല്ലോണം ഉണ്ട്. തേങ്ങ പിന്നെ പറയണ്ട, അങ്ങനെ തേങ്ങയുണ്ട് കടൽക്കരയായതുകൊണ്ട്. അപ്പോൾ നല്ല മോശമില്ല, നല്ല നാടൻ തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ കേട്ടോ.